ഫ്രണ്ട്സ്, റാങ്ക് ഓർ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മുൻ വർഷത്തെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ കഴിഞ്ഞ 2025-26 നടന്ന എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രിലിംസ് സംബന്ധമായിട്ടുള്ള വസ്തുതകളും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. നമുക്ക് ടൈം ലൈനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഗദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഓപ്ഷൻ ഡി, സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, അതായത് സമയം കാലഗണന അനുസരിച്ച് വേണം നമ്മൾ ക്രമീകരിക്കാനുള്ളത്. ഓപ്ഷൻ എ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസ്സാക്കിയത് എന്നാണ്. 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. ദെൻ ഗദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിച്ചത് 1913. ആനി ബസന്റും ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഗദ്ദാർ പാർട്ടിയുടെ രൂപീകരണമാണ് ഫസ്റ്റ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ്. ദെൻ ഓപ്ഷൻ സി ഏതാണ്? ഹോം റൂൾ പ്രസ്ഥാനം 1916 രൂപീകരിച്ചു. ദെൻ ഓപ്ഷൻ എ 1919 റൗലറ്റ് ആക്ട് വന്നു. ദെൻ ഓപ്ഷൻ ഡി 1926 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. ഇതാണ് ശരിയായിട്ടുള്ള കാലഗണന എന്ന് പറയുന്നത്. ഗദ്ദാർ പാർട്ടി 1913, 1916 ഹോം റൂൾ പ്രസ്ഥാനം, 1919 റൗലറ്റ് ആക്ട്, 1923 സ്വരാജ് പാർട്ടി. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന, ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച ആരാണ്? ലാലാ ഹർദയാൽ ആണ്. ദെൻ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായണൻ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള പ്രസ്താവന ജോഡിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ലാലാ ഹർദയാൽ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് ഫോർവേഡ് ബ്ലോക്ക്. ദെൻ യുഗാന്തർ പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ബരീന്ദർ കുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും ചേർന്നിട്ടാണ്. അപ്പം ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ബിയും സിയും സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബിയും സിയും തെറ്റാണ്. ദെൻ ഡി, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. യുഗാന്തർ പാർട്ടി ബരീന്ദർ കുമാർ ഘോഷിന്റെയും ഭൂപേന്ദ്രനാഥ് ദത്തയുടേതുമാണ്. ദെൻ ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സംവാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന വേണം കണ്ടുപിടിക്കാനായിട്ട്. നാഷണൽ ഹെറാൾഡ് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദെൻ നവജീവൻ ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആനി ബസന്റിന്റെ പത്രം ന്യൂ ഇന്ത്യ ആണ്. സംവാദ് കൗമുദി ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതല്ല. അതാരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു, ആനി ബസന്റ് ന്യൂ ഇന്ത്യ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രിലിംസിന് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴ്ത്തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താനുള്ളത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലമീൻ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അല്ലമീൻ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്.
നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കാനുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പം മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അത് പ്രസ്താവന ശരിയാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ് ജനിച്ചത്. അല്ലമീൻ എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. അപ്പൊ അല്ലമീൻ എന്നത് മൗലാന അബ്ദുൽ കലാമിന്റെ പത്രമല്ല, അത് തെറ്റാണ്. അത് ആരുടെ പത്രമാണ്? അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്രമാണ്. അല്ലമീൻ എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്രമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്രമാണ് അൽ അമീൻ. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് എന്താണ്? 1992 ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത്? മക്കയിൽ. ദെൻ ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നത് ആരുടെ കൃതിയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ്. ദെൻ നമുക്ക് മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്, ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഭാരതരത്ന മരണാനന്തരമാണ് ലഭിച്ചത്. 1992 ഭാരതരത്ന ലഭിച്ചത്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? അൽ ഹിലാലും അൽ ബലാഹും. അൽ ഹിലാല്, അൽ ബലാഹ് എന്നത് ആരുടെ പത്രങ്ങളാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രങ്ങളാണ്. അൽ ഹിലാൽ 1912 അൽ ബലാഹ് 1915 ആരംഭിച്ചത്. അൽ ബലാഹ് എന്നാണ് ആരംഭിച്ചത്, 1915 ആരംഭിച്ചത്. അപ്പൊ ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി, ഭാരതരത്ന ലഭിച്ചത് 1992. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രങ്ങളാണ് അൽ ഹിലാൽ, അൽ ബലാഹ്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഇതും നമുക്ക് എന്താണ്? കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനുള്ള പോയിന്റ് ആണ്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം എന്നാണ്? 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത്. 1936. ദെൻ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് 1943. അടുത്ത പ്രസ്താവന, റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയത് 1946. ദെൻ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930. അപ്പൊ നമുക്ക് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു 1930. ദെൻ ശേഷം ഏതാണ് വരുന്നത്? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം എന്നാണ്? 1936. ദെൻ ഏതാണ്? നാവിക കലാപം അല്ല, സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വം ഏറ്റെടുത്തതാണ്. അടുത്തതായിട്ട് വരുന്നത് 1943. അടുത്ത ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. നാവിക കലാപം നടന്നത് 1946. ഇങ്ങനെ ആണ് നമ്മൾ ക്രമീകരിക്കാനായിട്ട്. ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ. 2025 ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. ഇവരാരുമല്ല എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളിയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഡി, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം,
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ. ദെൻ ഏതൊക്കെയാണ് ഓപ്ഷൻ? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഡി ഏതൊക്കെയാണ്? സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതിലില്ലാത്തത് ഏതാണ്? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണമാണ്. ഇതിലില്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം. സ്വാതന്ത്ര്യത്തിന്റെ നേരിട്ട വെല്ലുവിളികൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഞാൻ 8ാമത്തെ ക്വസ്റ്റ്യൻ, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ നിന്നും കണ്ടെത്തുക. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണവും. ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് സഹായത്തോടെ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റുർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. എയും ഡിയും ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം എവിടെയാണ് ആരംഭിച്ചത്? പശ്ചിമ ബംഗാളിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ആരുടെ സഹായത്തോടെയാണ്? ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ചതാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ചു. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ബൊക്കാറോ എന്ന് പറയുന്നത് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ദെൻ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിച്ചത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭിലായ് നിർമ്മിച്ചത് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്, വ്യവസായശാല നിർമ്മിച്ചത്. റുർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ നിർമ്മിച്ചു. അപ്പോൾ ഭിലായ് എവിടെയാണ്? ഭിലായ് ഛത്തീസ്ഗഡ്, റഷ്യ അല്ലെങ്കിൽ USSR. ബൊക്കാറോ ജാർഖണ്ഡ്, USSR. ബൊക്കാറോ ജാർഖണ്ഡ്, USSR. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ABC ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ് പറയുന്നത്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20. അത് തെറ്റാണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്. ഓഗസ്റ്റ് 23 ആണ് ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19-നാണ്. അത് തെറ്റാണ്. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975-ലാണ്. ദെൻ ഓപ്ഷൻ സി, മംഗൾയാൻ വിക്ഷേപിച്ചത് 2012-ലാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മംഗൾയാൻ വിക്ഷേപിച്ചതെന്നാണ് 2013-ലാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആദിത്യ L1 വിക്ഷേപണം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനം. ഏതൊക്കെയായിരുന്നു ആദിത്യ L1 ധർമ്മം എന്ന് പറയുന്നത്? സൂര്യ ഗവേഷണവും ബഹിരാകാശ കാലാവസ്ഥാ പഠനത്തിനും വേണ്ടിയായിരുന്നു. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എയും സിയും ശരിയാണ്. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി, താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. സിംല കരാർ ഏതൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇപ്പോൾ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കിട്ടരമണിയാണ്. 2025 ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി ചുമതലയേറ്റത് ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പേരെന്താണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി ചുമതലയേറ്റത് ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയതെന്ത്?
എന്താണ് സമത്വാവകാശം ഉറപ്പാക്കാൻ വേണ്ടി നിർത്തലാക്കിയത്? ബഹുമതികളാണ് നിർത്തലാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളന ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? US ഭരണഘടന. മൗലിക അവകാശങ്ങൾ എവിടെ നിന്ന് കടം കൊണ്ടതാണ്? US ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെട്ടിരിക്കുന്നത്? 51A മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അധികാര വിഭജനം നടത്തിയ യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? 7ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതാണ്? യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ്? കൺകറന്റ് ലിസ്റ്റുകൾ, ഈ 3 ലിസ്റ്റുകൾ അധികാര വിഭജനം നൽകുന്ന യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഏതിലാണ്? ലിസ്റ്റുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് 7ാം പട്ടികയിലാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെ എന്നാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1ഉം 2ഉം ശരിയാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ സി, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദി. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5° കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹാബാദ് മുതൽ നൈനി വരെ. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹാബാദ് മുതൽ നൈനി വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം പരവൂർ. വി.ഡി. സതീശന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? പരവൂർ ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരനാണ്. ശ്രീ കെ മുരളീധരനാണ്. 2 ഓപ്ഷൻ, വി മുരളീധരനെന്നുണ്ട്, കെ മുരളീധരനെന്നുണ്ട്. ശരിയായ ഉത്തരം ഏതാണ്? കെ മുരളീധരനാണ്. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ടുള്ള പരീക്ഷയ്ക്ക് വകുപ്പുകളും മന്ത്രിമാരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ എക്സാംസിനും എല്ലാവരും അത് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? പരവൂർ ആണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യൻ ആവർത്തന ക്വസ്റ്റ്യൻ ആണ്. വി.ഡി. സതീശന്റെ മണ്ഡലം ഏതാണ്? പരവൂർ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടമാണ്. അപ്പൊ എ ആണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങൾ നോക്കാം. ചീയാപ്പാറ, തൊമ്മാൻ കുഞ്ഞ്, തൂവാനം, വാളഞ്ചാനം, ന്യായാങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ എന്നിവ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. താഴെ പറയുന്നതിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതൊക്കെ? 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതലുള്ളത് ഏതൊക്കെയാണ്? ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാറ്. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ എന്നിവ എന്താണ്? 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെ എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 4ഉം ശരിയാണ്. A.K. ആന്റണി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. V.K. കൃഷ്ണമേനോനും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ തമ്മിലാണ്? നിലമ്പൂർ, ഗുണ്ടല്ലൂർ. നിലമ്പൂരിനെ ഗുണ്ടല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതായിട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സർക്കസുമായി ബന്ധപ്പെട്ട ആളാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവന 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അപ്പൊ നോക്കാം. മതികെട്ടാൻ ചോല 2003 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ശരിയായ പ്രസ്താവനയാണ്. മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനമായത് എന്നാണ്.
2003 ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാൻ കഴിയും. ഓക്കെ, അത് ശരിയാണ്. ട്രിഫേണിനെ ആനമുടിച്ചോലയിൽ കാണാൻ കഴിയും. ശരിയായ പ്രസ്താവനയാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. AK ബാലസുബ്രഹ്മണ്യനാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് പുതുതായി നിയമിക്കപ്പെട്ട മലയാളിയാണ് AK ബാലസുബ്രഹ്മണ്യം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളിയാണ് AK ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. ദെൻ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കടൽത്തീര നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലമാണ്. കടൽത്തീര നീളം കുറവുള്ള ജില്ല കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? യശോദയും കൃഷ്ണനും. അപ്പോൾ യശോദയും കൃഷ്ണനും എന്ന് പറയുന്നത് ആരുടേതാണ്? രാജ രവിവർമ്മയുടെ പെയിന്റിംഗ് ആണ് യശോദയും കൃഷ്ണനും. അത് സ്വന്തമാക്കിയത് ആരാണ്? ഡോക്ടർ സൈറസ് പൂനാവാലയാണ്. ഡോക്ടർ സൈറസ് പൂനാവാല എത്ര രൂപയ്ക്കാണ്? 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയതാണ് യശോദയും കൃഷ്ണനും. ദെൻ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ശ്രീരംഗപട്ടണ സന്ധി ഒപ്പുവെച്ച വർഷം. ശ്രീരംഗപട്ടണ സന്ധി ഒപ്പുവെച്ചത് 1795 മാർച്ച് 18. ശ്രീരംഗപട്ടണ സന്ധി 1792 മാർച്ച് 18 ഒപ്പുവെച്ചത്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠ സ്വാമികൾ. ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സൗഹാർദ്ദ ജാഥ നടത്തി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിൽ പാലിയം സത്യാഗ്രഹം നടന്നു. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ദെൻ 1947-48 കാലഘട്ടത്തിൽ എന്ത് നടന്നു? പാലിയം സത്യാഗ്രഹം നടന്നു. ശരിയായ പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവനയുടെ തെറ്റെന്താണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭനാണ് നടത്തിയത്. കേളപ്പനല്ല, മന്നത്ത് പത്മനാഭനാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ്ണ ജാഥ നടത്തിയത്. ദെൻ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയല്ല, വേലുത്തമ്പി ദളവയാണ് പുറപ്പെടുവിച്ചത്. 43ാമത്തെ ക്വസ്റ്റ്യൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ ആണ്. അമർത്യ സെൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യ നോബൽ സമ്മാനം നേടിയത്. ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഓപ്ഷൻ സി പൊയ്കേൽ യോഗന്നാന്റേതാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കേൽ യോഗന്നാൻ. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്പടാനന്ദന്റേതാണ്. ആത്മവിദ്യാസംഘം വാഗ്പടാനന്ദൻ. അരയ സമാജം ആരുടേതാണ്? അരയ സമാജം KP കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ്റെതാണ്. യോഗക്ഷേമസഭ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആരുടേതാണ്? KG ശങ്കരപിള്ളയുടേതാണ്. ദെൻ കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാർ ആണ്. AP അനിൽകുമാർ ആണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ആണ്. അപ്പം മന്ത്രിമാരും വകുപ്പുകളും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. 47ാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മമ്മൂട്ടിയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മമ്മൂട്ടിയാണ്. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ, ആഭ്യന്തരമന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ തുഫാൻ.
ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയത് വർഷം 2000 ഒക്ടോബർ 17. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം 2000 ഒക്ടോബർ 17. ദെൻ 50ാമത്തെ ക്വസ്റ്റ്യൻ, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി അല്ല. സന്തോഷ് ട്രോഫി ഏതാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയ്യാപുരത്താണ്. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം എവിടെയാണ്? വിയ്യാപുരത്താണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. അത് ശരിയാണ്. ധമനി എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നതാണ്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. ധമനിയുടെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നില്ല? വാൽവുകൾ കാണപ്പെടുന്നില്ല. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് ധമനിക്കുള്ളത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ധമനിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നതാണ്. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. എന്നാൽ ഉള്ളിൽ എന്ത് കാണുന്നില്ല? വാൽവ് കാണപ്പെടുന്നില്ല. ദെൻ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ എന്തുണ്ടാകുന്നത്? കണ ഉണ്ടാകുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത്. നെല്ലിൻ്റെ സങ്കരം ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, ജയ, അന്നപൂർണ ഒക്കെ എന്താണ്? നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാൾസൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. അപ്പൊ റേച്ചൽ കാൾസന്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം എന്നാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? DDTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. DDTയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് നിശബ്ദ വസന്തം. ഇന്ത്യയിലെ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ഖാദർ വാലിയാണ്. ഡോക്ടർ ഖാദർ വാലിയാണ് തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കാനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കാനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രസീൽ ആണ്. ദെൻ 60, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. 61ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശിക വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. പ്രകാശിക വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമമാണ് ശൂന്യത. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സ്ഥാനാന്തരമാണ്. ബാക്കിയൊക്കെ എന്താണ്? ദൂരം, സമയം, മാസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അടിസ്ഥാന അളവുകളാണ്. ദൂരം, സമയം, മാസൊക്കെ എന്താണ്? അടിസ്ഥാന അളവുകളാണ്. ദെൻ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ് ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം. ദെൻ 65ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യം ഏതാണ്? ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യമാണ്. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ആരുടേതൊക്കെയാണ്? നാസയും ISROയും ചേർന്നുള്ള ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത്. നാസയും ISROയും ചേർന്ന ദൗത്യമാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുകാണ്. സിക്ക വൈറസ് പരത്തുന്ന ഏതാണ്? ഈഡിസ് കൊതുകാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ് കൊതുകാണ് മലേറിയ പരത്തുന്നത്. അപ്പോൾ സിക്ക വൈറസ്, ഈഡിസ്, മലേറിയ, അനോഫിലിസ്. അമിതമായ മാനസിക സംഘർഷം കാരണം, സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ ഏതാണ്? ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഏതാണ്? ചിക്കൻ ബോക്സ് ജീവികൾ മുഖേനയൊക്കെ പകരുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അമിതമായ മാനസിക സമ്മർദ്ദം മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. മറ്റേത് രോഗകാരികൾ മൂലം പകരുന്ന രോഗങ്ങളാണ്.
71 കൊഴുപ്പടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം. കൊഴുപ്പടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകാം ഹൃദയാഘാതം ഉണ്ടാകാം, ഫാറ്റി ലിവർ എന്നിവയെല്ലാം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ദെൻ 72ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി ഏതാണ്? അമിതമായ ഉപ്പിന്റെ ഉപയോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലിയാണ് അമിതമായ ഉപ്പിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അതാണ് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 75ാമത്തെ ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയുടെ പേര് അനുയാത്ര. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയുടെ പേരാണ് അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് അമിതമായി ഉപ്പ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാന ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണ്? ദിവസം കുളിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. 77ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്? അപ്പോൾ പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്? 21 ലക്ഷം കുട്ടികളെയാണ് പൾസ് പോളിയോ ലക്ഷ്യമിടുന്നത്. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE-യിൽ നിന്നുള്ള യാത്രക്കാരനാണ് എംപോക്സിന്റെ ആദ്യ ക്ലേഡ് 1 സ്ഥിരീകരിച്ചത്. എവിടെ നിന്നാണ്? ഇന്ത്യയിൽ എവിടെ നിന്നെത്തിയ യാത്രക്കാരനാണ്? UAE-യിൽ നിന്നെത്തിയ യാത്രക്കാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 79ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താഴെ പറയുന്നതിൽ ഏത് അമീബിയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഏതാണ്? നെഗ്ലേറിയ ഫൗലേറിയാണ്. 2025 ഒക്ടോബറിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണം നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? അതേതാണ്? റെസ്പിഫ്രഷ് TR മരുന്നാണ് നിരോധിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ് കരട് സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. 1946 ഡിസംബർ 9. ഭരണഘടനയുടെ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനെയാണ്. 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. അപ്പോൾ ഭേദഗതിയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 368 ആണ്. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. മുമ്പ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വത്തവകാശം എന്താണ്? മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത്. സോവിയറ്റ് യൂണിയൻ. കേരളത്തിൽ നിലനിന്ന സാമൂഹ്യ അസമത്വത്തിനെതിരെ മിശ്രഭോജനം നടത്തിയതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം നടത്തിയതാരാണ്? സഹോദരൻ അയ്യപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്താണ്? 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി. 11ാമത്തെ ക്വസ്റ്റ്യൻ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക ആരാണ്? അരുണ അസഫ് അലിയാണ് ഇന്ത്യൻ
സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികയാണ് അരുണ ആസഫലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് മഹാത്മാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ പ്രതിപാദിച്ചതാണ്. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലേനക്കരാർ രൂപീകരിച്ചു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലേനക്കരാർ രൂപം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? 1ഉം 4ഉമാണ്. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ് ലേനക്കരാർ രൂപീകരിച്ചത്. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിർമ്മിച്ചത്? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചത്. മുമ്പേ പ്രതിപാദിച്ച ക്വസ്റ്റ്യനാണ്. 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഇന്ത്യൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഇന്ത്യൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി N കരുൺ ആണ്. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകൾ ചുവടെ തന്നിരിക്കുന്നത് ഇവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാലമാണ് ഖാരിഫ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക വിളയാണ് സയ്ദ് എന്ന് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 3ഉം 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒഡീഷ വരെ നീണ്ടുകിടക്കുന്നു. അതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. കേരളം മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ട മലനിരകൾ കാണപ്പെടുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തരമഹാസമതലത്തിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തരമഹാസമതലത്തിലാണ്. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. അപ്പൊ ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതാണ്? ആരവല്ലിയാണ്. ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളാണ് ആരവല്ലി എവിടെയാണ്? രാജസ്ഥാനിലാണ്. 29ാമത്തെ പ്രസ്താവന ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ് കണ്ടുപിടിക്കാറുള്ളത്. അപ്പം ഇതൊന്നും അല്ല എന്നതാണ് ആൻസർ. അപ്പൊ ഇവയെല്ലാം ഉൾപ്പെട്ടതാണ്. ഉത്തരമഹാസമതലത്തിന്റെ സവിശേഷത എന്താണ്? ഫലഭൂഷ്ടമായ മണ്ണാണ്. ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണ്. നദികളാൽ ജലസമൃദ്ധമാണ്. നിരപ്പായ ഭൂപ്രദേശമാണ്. ജനനിബിഡമാണ്. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? അപ്പൊ ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഹർമൻപ്രീത് കൗൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനയ്ക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. ദാദാ സാഹിബ് പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ്.
ദേശീയ തലത്തിൽ നൽകുന്നതാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023 മോഹൻലാലിനാണ് ലഭിച്ചത്. ഇതിന് 32ാമത്തെ ക്വസ്റ്റ്യൻ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് എന്റെ കേരളം എന്നും സുന്ദരം. ദെൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാണ് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ പർവ്വതനിരകളിൽ കേരളത്തിലെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വതനിരകൾ ഏത് ദിക്കിലാണ്? കേരളത്തിന്റെ കിഴക്ക് ദിക്കിലാണ് പശ്ചിമഘട്ട വനനിരകൾ സ്ഥിതി ചെയ്യുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, നദികളും അവയുടെ ഉത്ഭവസ്ഥാനവുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കാനുള്ളത്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും ശരിയല്ലാത്തത് 4 മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, നെയ്യാർ എവിടെയാണ്? അഗസ്ത്യമലയിലാണ്. നെയ്യാർ അഗസ്ത്യമല. പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരി മല, ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ജലവൈദ്യുതിയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അപ്പം ഇതിനുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യങ്ങളും വസ്തുതകളും പാർട്ട് 2-ൽ പറയുന്നതാണ്. അപ്പം പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇടുക.